ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. മിക്കവാറും സ്ഥലങ്ങളിലെ കൺവെൻഷനുകളാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ തിങ്കളാഴ്ച 5-6 തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുണ്ട്. എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, വിവിധ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തിട്ടുണ്ടായിരുന്നു. SIR പ്രക്രിയയിൽ നല്ല പങ്കാളികളായിരുന്നു. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിൻ്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിൻ്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരിൻ്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെൻറ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെൻറ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോൾ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെൻറ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവർ പറഞ്ഞ കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണിതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും കൂടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നും. ഇവരെ ഔദാര്യമല്ല അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതുപോലെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ. തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയുകയാണ്. അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ. പക്ഷെ ഗൗരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയം വേണ്ട.